കാരണവർ വധക്കേസ് പ്രതി ഷെറിനെ വിട്ടയക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. നിലവിൽ ഷെറിൻ പരോളിലാണ്. ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ കാരണവർ വധക്കേസ് പ്രതി ഷെറിനെ വിട്ടയക്കാൻ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. എങ്കിൽ വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഷെറിൻ ഒടുവിൽ മോചിതയാകുന്നത്. കഴിഞ്ഞ ജനുവരിയിലെ മന്ത്രിസഭാ യോഗമായിരുന്നു ഷെറിനെ വിട്ടയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഈ തീരുമാനം പിന്നീട് വൈകിപ്പിക്കുകയായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മന്ത്രിസഭയിലെ ഒരു അംഗം ഷെറിനെ മോചിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തി എന്ന തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും വലിയ ആക്ഷേപങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഈ ഫയൽ ഗവർണർക്ക് അയക്കുന്നത് സർക്കാർ നീട്ടിക്കൊണ്ടുപോയത്. മാത്രമല്ല, ഈ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തതിന് ശേഷം സഹ തടവുകാരിയുമായി ഷെറിൻ ഏറ്റുമുട്ടി ജയിലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം ഈ സഹതടവുകാരെ ജയിൽ മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനെല്ലാം ശേഷമാണ് ഏതായാലും ഇപ്പോൾ അന്തിമമായി ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഏതായാലും മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. വലിയ വിവാദങ്ങളായിരുന്നു ഷെറിനുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. വഴിവിട്ട സഹായങ്ങൾ ജയിലിൽ ഇവർക്ക് ലഭിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, ഒരു സഹ തടവുകാരി തന്നെ ജനം ടിവിയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുമായി ഷെറിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്, അടുത്ത ബന്ധങ്ങളുണ്ട്, പ്രത്യേക പരിഗണന ജയിലിൽ ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നായിരുന്നു സഹ തടവുകാരിയുടെ വെളിപ്പെടുത്തൽ. അത് ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളും പുറത്തു വന്നിരുന്നു. കാരണം ഷെറിന് കൂടുതൽ പരോളുകൾ ലഭിച്ചിട്ടുണ്ട്. 500 ദിവസത്തിലേറെ പരോളുകൾ ഷെറിന് ലഭിച്ചിട്ടുണ്ട്. നിലവിലും ഷെറിൻ പരോളിലാണ്. ഈ മാസം 22-ന് മാത്രമാണ് ഷെറിൻ ജയിലിലേക്ക് തിരികെ പ്രവേശിക്കുക. അത്തരത്തിലുള്ള പ്രത്യേക പരിഗണനകൾ ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നു. ഇത് സഹ തടവുകാരി ജനം ടിവിയോടാണ് വെളിപ്പെടുത്തിയിരുന്നത്. ഇതിനൊപ്പം തന്നെ ഒരു മന്ത്രിയുടെ പേരുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഈ പേര് എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ വന്നത്. ആ സാഹചര്യത്തിലൊക്കെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിൻ്റെ പേര് ശുപാർശ ചെയ്തത് എന്നായിരുന്നു ഇതിന് കാരണമായി സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വിവാദങ്ങളൊക്കെ വളരെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതോടെയാണ് ഈ ഫയൽ ഗവർണർക്ക് അയക്കുന്നത് സർക്കാർ നീട്ടിക്കൊണ്ടുപോയത്. ഇതിനുശേഷം ഒടുവിൽ ഏതായാലും ഷെറിനെ വിട്ടയക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. ശരി രാജീവ്, കാരണവർ വധക്കേസ് പ്രതി ഷെറിനെ വിട്ടയക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവ് ഇറക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. നിലവിൽ ഷെറിൻ പരോളിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാജീവ്.